അറക്കലായിഷയല്ല ഇവൾ അൻഷിഫ. ഉറുമിപ്പയറ്റിൽ ഒരേ സമയം രണ്ടുറുമികൾ കൊണ്ട് പയറ്റുന്ന 24കാരി. പാരമ്പര്യമായി കൈമാറി വന്ന കളരിപ്പയറ്റിൽ രണ്ടുറുമി ഉപയോഗിച്ച് പയറ്റി കൈവഴക്കവും വേഗവും താളവും കൊണ്ട് കാഴ്ചക്കാരെ വിസ്മയിച്ച മലപ്പുറത്തിന്റെ മൊഞ്ചത്തി. തിരിഞ്ഞ് മലർന്ന് വലത്തടുത്ത് വഴിയോട്ടാ പറഞ്ഞു കൈതെറ്റി ചെയ്ത് തിരിഞ്ഞ് വലത്തടുത്ത് തലയിലാ പറഞ്ഞു കൈക്ക് നോക്കി വയ്പ്പ് ഇടത് പോകണം കൈതെറ്റി വെച്ച് തിരിഞ്ഞ് മലർന്ന് ഇടത്തടുത്ത് വഴിയോട്ടാ പറഞ്ഞു കൈതെറ്റി വെച്ച് തിരിഞ്ഞ് ഹലോ ഹലോ അറക്കല്ല ആയിഷല്ല അൻഷിഫയാണ്. അപ്പൊ ആയിഷല്ല അൻഷിഫയാണെന്നാണ് പറയുന്നത്. അതെ. അപ്പൊ എത്രയായത് തുടങ്ങിയിട്ട്? ഞാൻ 5 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് കളരി. ഒരു 5 വയസ്സുകാരിയിൽ വളർന്ന കൗതുകം പിന്നീട് അവളുടെ ജീവശ്വാസമായി മാറി. പാരമ്പര്യമായി ലഭിച്ച കഴിവും മെയ്വഴക്കവും കൂടി ആയതോടെ പിന്നീട് അൻഷിഫ കേരളത്തിന്റെ ആയോധന കലയായ കളരിയിൽ പ്രഗത്ഭയായി. കളരിപ്പയറ്റിൽ രണ്ടുറുമി പയറ്റി കാഴ്ചക്കാരിൽ വിസ്മയം തീർക്കുകയാണ് ഈ മലപ്പുറത്തിന്റെ മൊഞ്ചത്തി. കൂടലൂരിൽ സിവിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുകയാണ് അൻഷിഫ. എടപ്പാൾ HGS കളരിയിലെത്തുന്ന പെൺകുട്ടികൾക്ക് അഭ്യാസമുറകൾ പഠിപ്പിക്കുന്നതും അൻഷിഫയാണ്. ഉപ്പ ഹനീഫയാണ് അൻഷിഫയുടെ ഗുരുനാഥൻ. പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഉപ്പാന്റെ അതെ, ഉപ്പയാണ് ആദ്യം പഠിച്ചത്, പിന്നെ ഉപ്പ, പിന്നെ ഞാൻ എൻ്റെ സിസ്റ്റർ ഉണ്ട്, ബ്രദറും ഉണ്ട്. ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. അതെ, സിവിൽ എഞ്ചിനീയർ ആണ്. വർക്ക് ചെയ്യാണ് ഇപ്പൊ. ഞാൻ ഇവിടെ കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യാണ്, PG കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യാണ്. ഇവിടെ പിള്ളേരെ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, ഗേൾസിന് ക്ലാസ് എടുക്കുന്നത് ഇപ്പം ഞാനാണ്. ഒരു 75 കുട്ടികളുണ്ട് ഗേൾസ് മാത്രമായിട്ട്. പിന്നെ ബോയ്സിന്റെ ബാച്ച് ഉപ്പയാണ് നോക്കുന്നത്. പിന്നെ പുറത്ത് കോമ്പറ്റീഷനൊക്കെ പോകുന്നത്? ഞാൻ ചെറുപ്പം തൊട്ടേ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സബ് ജൂനിയർ തൊട്ട് ഇറങ്ങണതാണ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ആയിപ്പോൾ ഈ മാസം തന്നെ ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് കുറച്ച് പേര് പോകുന്നുണ്ടാവുള്ളൂ, അതിന് ഒന്ന് ഞാനുണ്ട്. അതെ. അപ്പം എത്രയായി കോമ്പറ്റീഷനൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്? ഇപ്പം ലക്ഷ്യങ്ങളൊന്നുമില്ല, എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞു. ഒരുവിധം കോമ്പറ്റീഷനൊക്കെ പോയിട്ട് വിന്നറായി കഴിഞ്ഞു. അങ്ങനെ ലക്ഷ്യങ്ങൾ വെച്ചാൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആ കോമ്പറ്റീറ്റീവ് മൈൻഡിൽ തന്നെ നമ്മൾ ഇറങ്ങാറ്, പ്രൈസ് അടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഇറങ്ങാറ്. പക്ഷെ അത് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുള്ള എല്ലാ പ്രാവശ്യം നമുക്ക് കിട്ടണമെന്നില്ല. ചില സമയത്ത് എനിക്ക് തേർഡും ചിലപ്പോൾ ചില ഇവന്റ് ഒന്നും കിട്ടാതെയും വരാറുണ്ട്. ഇപ്പൊ ഞാൻ നോർമലൈസ്ഡ് ആയി, കാരണം കുറച്ച് മുന്നേ ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡായിരുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പാഷനിൽ ഞാൻ ഇറങ്ങുന്നതാണ്. എത്ര കൊല്ലമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോമ്പറ്റീഷന് പോകുന്നത്? ഞാനൊരു 4th 3rd സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ സ്കിപ്പ് ആയത്. കാരണം ഞാൻ ഒന്ന് അബ്രോഡ് പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഒരു സെം എക്സാം വന്ന സമയത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഉപ്പയും പോകുന്നു. ഞങ്ങൾ സ്റ്റുഡൻസ് പോകുന്നുണ്ട്. എല്ലാ വർഷം സ്റ്റേറ്റ് കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. കേരള ഇന്ത്യ നാഷണൽ ഗെയിംസിലൊക്കെ നമ്മളെ കുട്ടികൾ വിന്നേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങൾ കൊണ്ടുപോകും? അതെ. പിന്നെ ഒരുപാട് പല സ്ഥലത്തായിട്ട് നിങ്ങൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതെ, തൃശ്ശിയിലുണ്ട്, അതുപോലെ തിരുനാവായിൽ നമ്മുടെ നാട്ടിൽ തന്നെ അവിടെയൊക്കെ നമുക്ക് കളരിയുണ്ട്. ഒക്കെ നിങ്ങളെ സ്റ്റുഡൻസ് തന്നെ? അതെ, ഞങ്ങളെ സ്റ്റുഡൻസ് തന്നെ മാനേജ്. ചില സമയത്ത് ഇപ്പൊ പോവും, ചില സമയത്ത് ഇവിടുത്തെ സ്റ്റുഡൻസ്, സീനിയർ സ്റ്റുഡൻസ് തന്നെയാണ് നമ്മൾ പോവാറ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾ പിന്നെ ഓരോ പ്രായം കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അതൊക്കെ ആയിട്ട് പിന്നെ അവരുടെ കല്യാണം, അവരുടെ വേറെ മേഖലയിൽ പോകും. പക്ഷെ പെൺകുട്ടികൾ അവർ കല്യാണം കഴിയുന്നത് വരെ നമ്മുടെ കൂടെ നിന്നിട്ട് പിന്നെ നമ്മൾക്ക് അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമുക്കത് സന്തോഷം തന്നെയാണ്. പാരമ്പര്യമായിട്ട് ഉപ്പായിട്ട് ചെയ്തു തന്ന രീതിയാണത്. അത് ഞങ്ങൾ തുടർന്ന് കൊണ്ടുനടക്കുന്നു. തീർച്ചയായിട്ടും മക്കൾക്കും എല്ലാവർക്കും അത് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അനുഗ്രഹം തന്നെയാണ്. മക്കൾ 3 പേർക്കും. ഇപ്പോൾ ചെറുമകൻ, അതായത് മകൻ്റെ മകൻ എന്താ ഇപ്പോൾ കളയിൽ ഇറങ്ങി തുടങ്ങി, ഓരോന്ന് ചെയ്യൽ തുടങ്ങി.
കുട്ടികൾക്ക് പക്വത പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് വിട്ടുകൊടുക്കും. പിന്നെ അവരെ കടിഞ്ഞാണിടുന്ന പരിപാടിയില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ താന്നൂരിലൊരു കളരിയുണ്ട്, ചങ്ങരകുളത്തൊരു കളരിയുണ്ട്, പടിഞ്ഞാറങ്ങാടി തമിഴ്നാട്ടിലുണ്ട്, അതുപോലെ തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുണ്ട്, അതുപോലെ കുവൈറ്റിലുണ്ട്, മറ്റു പല സ്ഥലത്തും ക്ലാസ്സുകളുണ്ട്. അതൊക്കെ അവർ പഠിപ്പിക്കത്തക്ക രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ കളരി ആയിട്ട് നടക്കും. പിന്നെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യും അവർക്ക്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മലപ്പുറത്ത് എടപ്പാളിൽ നിന്നും ക്യാമറമാൻ വൈഷ്ണവനോടൊപ്പം സ്മൃതി, കേരള വിഷൻ.